വിവർണനം ഹദീസുകളിൽ കാണാൻ കഴിയും. ഷമാഇൽ തുർമുദിയിൽ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി വേറെ ഒരു കിതാബായിട്ടാണ് എഴുതിയത് നബി തങ്ങളുടെ ശാരീരിക വർണ്ണന. ഒന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്, എങ്ങനെയായിരുന്നു നബിയുടെ രൂപമെന്ന് നമ്മുടെ ആലിമീങ്ങൾ പറയുന്ന ഒരു വലിയൊരു അത്ഭുതം. ഒരു ആർട്ടിസ്റ്റിന് വരക്കാൻ കൊടുത്താൽ വളരെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ നബി തങ്ങളുടെ വിശേഷണങ്ങൾ കൃത്യമായും വരക്കാൻ കഴിയും. പക്ഷെ നമുക്ക് വരക്കാൻ പാടില്ല. തങ്ങളുടെ ഹൈറ്റ് എത്രയായിരുന്നു, തങ്ങളുടെ മൂക്കിന്റെ ഷേപ്പ് എന്തായിരുന്നു, അവിടുത്തെ ഐബ്രോ എങ്ങനെയായിരുന്നു, നിബിതങ്ങളുടെ കൺപുരികം, നിബിതങ്ങളുടെ കണ്ണിമ, നിബിതങ്ങളുടെ പല്ലുകൾ, നിബിതങ്ങളുടെ ചുണ്ട്, നബിയുടെ ഷോൾഡർ, നബിയുടെ വിരലുകളുടെ നീളം, നിബിതങ്ങളുടെ ഹെയർ, നിബിതങ്ങളുടെ ചെവി, നിബിതങ്ങളുടെ തലയുടെ സൈസ്, തങ്ങളുടെ വിരലിൽ കാൽ വിരലുകളുടെ രൂപം, ഇത്രയും വ്യക്തമായി നമ്മുടെ ഹദീസുകളിലുണ്ട്. ആശിഷന് അത്രയൊന്നും വേണ്ട. പക്ഷേ വരക്കാൻ പാടില്ല, അംബിയായിനെ വരക്കാൻ പാടില്ല. ആരും ഒരു മനുഷ്യനെയും വരക്കാൻ പാടില്ല, അംബിയായിനെ പ്രത്യേകിച്ച്. എന്തിനവരെ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മഹാനായ ഹിന്ദ് ഇബ്ൻ അബി ഹാല റളിയല്ലാഹു അൻഹു, ഹിന്ദ് എന്ന പേര് സാധാരണ പെൺകുട്ടികൾക്ക് ഇടുന്ന പേരാണ്, പക്ഷെ അത് ആൺകുട്ടികൾക്കും ഇടുന്ന പേരാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആദ്യ ഭർത്താവിൽ ഖദീജ ബീവിക്ക് ജനിച്ച മോനാണ് ഹിന്ദ് ഇബ്ൻ അബി ഹാല. അവരോട് അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സിഫ്ലി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു എന്ന്, യാ ഖാൽ, എന്റെ അമ്മാവ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനായ ഹിന്ദ് ഇബ്ൻ അബി ഹാല റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സംബന്ധിച്ച് വിവരിച്ചതാണ് ഏറ്റവും മനോഹരമായ വിവരണം. അപ്പോൾ ആളുകൾ ചോദിക്കും, തങ്ങളുടെ രൂപം അങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് എന്താ നമുക്ക് കാര്യം, നമുക്കതുകൊണ്ട് എന്താ അമൽ ചെയ്യാൻ പറ്റുക? അമൽ ചെയ്യണല്ലോ, ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം. അതൊന്നും അമൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നബി തങ്ങളെ കണ്ടില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കാലം കഴിഞ്ഞില്ലേ. എന്നാൽ തിരിച്ചൊരു ചോദ്യം, അങ്ങനെ ഒരു ഉപകാരമില്ലാത്ത വിഷയം ഹദീസ് പണ്ഡിതന്മാരും താബിഈങ്ങളും സ്വഹാബികളും എന്തിന് റിപ്പോർട്ട് ചെയ്തു? ഒരു ഉപകാരമില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യൂലല്ലോ. എന്തുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തു നബി തങ്ങളെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിന് മറുപടി പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ അറിയുന്ന പക്ഷം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ രൂപം നമ്മൾ അറിയുന്ന പക്ഷം ആ നബിയോട് നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹം വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ രൂപം ഇങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് നബി തങ്ങളെ സ്വപ്നം കാണുന്ന അനുഭവങ്ങളൊക്കെ ഉള്ള ആളുകൾ ആലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുമ്പോൾ എങ്ങനെയാണ്? കറുത്തൊരു മനുഷ്യൻ വന്നു എന്റെ മുമ്പിലേക്ക്, എന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഇതാണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളാകുമോ? ആവില്ല. കണ്ട സമയത്ത് രാത്രി 3 മണി സുബഹിന്റെ തൊട്ട് മുമ്പാണ്, 4 മണിക്കാണ് ആയിരിക്കാം. ഷമാഇൽ തുർമുദി നമ്മൾ അറിയണമെന്നാണ്. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക വിശേഷണം നമ്മൾ അറിഞ്ഞതിന്റെ ശേഷം ആ കണ്ട പോലെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിൽ പിശാചിന് വരാൻ പറ്റില്ല എന്ന് നബി തങ്ങൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവരെന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്നഹു ലാ യതമസ്സലു ബി ശൈത്വാൻ, എന്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം ഹിന്ദ് ഇബ്നു അബീ ഹാലയും മറ്റു സ്വഹാബിമാരും, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്, വേറെയും ഒരുപാട് സ്വഹാബിമാർ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണമെന്നാണ്. അതിന്റെ ആ ഒരു ഹദീസിന്റെ വിവരണത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ഹദീസ് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ പകർത്താം എന്ന് ചോദിച്ചാൽ, ആ വാക്കുകളിലൂടെ നബി തങ്ങളുടെ രൂപം നമ്മുടെ മനസ്സിലൊന്ന് ഇന്റേണലൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരിക, എന്നിട്ട് ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ നമുക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ അത് നബി തങ്ങൾ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർക്ക് നബി തങ്ങളുടെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ പ്രബലപക്ഷക്കാരായ ആളുകൾ ഇങ്ങനെ പറയാം, നബി തങ്ങൾ എങ്ങനെയാണെന്നാണോ ഹദീസിൽ കണ്ടത് അതുപോലെ കാണണമെന്നാണ്. അപ്പോഴാണ് നബി തങ്ങളാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
ഹസൻ റളിയല്ലാഹു അൻഹുവാണ് ഹിന്ദ് ഇബ്നു അബീ ഹാലയോട് ചോദിക്കുന്നത്, സുഫിനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ഖാൽ. അലി തങ്ങളുടെ മകനാണ്. ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ മോനോടാണ് ചോദിക്കുന്നത്. ഹിന്ദ് റളിയല്ലാഹു അൻഹു, ഹിന്ദ് അബൂ സുഫിയാന്റെ ഭാര്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ. പെണ്ണുങ്ങൾക്ക് പേരുണ്ട് ഹിന്ദ്, അതാണ് സാർവത്രികമായി അങ്ങനെ വരിക. പക്ഷെ ഈ ഹിന്ദ് ആണാണ്. ഹിന്ദ് ഇബ്നു അബീ ഹാല ഖദീജ ബീവിയുടെ മകനാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പ് കല്യാണം കഴിച്ച ഭർത്താവിൽ നിന്നുണ്ടായ മോനാണത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ചോദിച്ച നേരത്ത് ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടിയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖ്ഖമൻ യതലഅല വജ്ഹുഹു തലഅലുൽ ഖമരി ലൈലത്തൽ തമാം. അല്ലാഹുവിന്റെ റസൂലിനോടുകൂടെ വളരെ കൂടുതൽ ജീവിച്ച ആളാണ് ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതിന് ശേഷം നബി തങ്ങൾ താമസിച്ചത് ഖദീജ ബീവിയുടെ വീട്ടിലാണ്. കാരണം നബി തങ്ങൾ അന്ന് താമസിക്കുന്നത് അബൂ ത്വാലിബ് എന്നവരുടെ കൂടെയാണ്. അബൂ ത്വാലിബ് എന്നവർക്ക് ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ട് ആ വീട്ടിൽ നബി തങ്ങൾക്ക് അവിടെ ഉള്ളവർക്ക് തന്നെ സൗകര്യമില്ല. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെ കൊണ്ടുപോകുന്നു, നബിയെ എന്റെ വീട്ടിൽ താമസിച്ചൂടെ എന്ന്. അതായിരിക്കും കണ്ണൂർക്കാർ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോ ഖദീജയുടെ വീട് ഇച്ചിരി വളരെ വൈഡാണ്. 3 സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു. 3 സ്റ്റെയർ കേസ് വീട്ടുന്നുണ്ട്. ഒരു റൂമിന്റെ വിടുത്ത് 6 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമായിരുന്നു. 30 മീറ്റർ സ്ക്വയർ മീറ്റർ വിശാലതയുള്ള നടുമുറ്റമുണ്ടായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്. അവിടെയാണ് നബിതങ്ങൾ അന്നത്തെ പല വിഷയങ്ങളും ചർച്ച വരുമ്പോൾ നബിതങ്ങൾ ഇരിക്കാറുള്ളത് അവിടെയായിരുന്നു. നബിതങ്ങൾ താമസിച്ച ആ വീടിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വിശദമായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടും പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഹിന്ദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ കൂടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത ആ നബിതങ്ങളുടെ 25 വയസ്സ് മുതൽ തങ്ങളെ കണ്ടു പരിചയമുള്ള ആളാണ്. അതുകൊണ്ടാണ് അവിടെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷനാണ് മഹാനവറുകൾ നൽകുന്നത്. നബിതങ്ങൾ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖ്ഖമൻ. നബിതങ്ങൾ നല്ല ശരീര വലുപ്പമുള്ള ആളായിരുന്നു. ഫഖ്മൻ മുഫഖ്ഖമൻ, കണ്ടാൽ ഒരു എടുപ്പുള്ള ആളെന്ന് പറയില്ലേ, ഒരു ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ അടിയിൽ ബല വെച്ച് നിൽക്കണമെന്നല്ല, അതിന് ഫഖ്മൻ മുഫഖ്ഖമൻ എന്ന് പറയില്ല. ഫഖ്മൻ മുഫഖ്ഖമൻ, തങ്ങളെ കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം أطول من المربوع وأقصر من المشذب. മുശദ്ദബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളുണ്ടായിട്ട് ഇത് ഇച്ചിരി ഓവറാണല്ലോ എന്ന് തോന്നും. അങ്ങനത്തെ നീളുണ്ടാവും ചിലത് അല്ലേ, കാണുമ്പോൾ ഇച്ചിരി ഓവറായിട്ടുണ്ടല്ലോ. എയർപോർട്ടിലൊക്കെ ചില നാട്ടുകാരെ പോണ കാണാം, എന്തൊരു ഹൈറ്റുള്ള മനുഷ്യന്മാരെ, സുബ്ഹാനല്ലാഹ്. നമ്മൾ നാട്ടിൽ കൊണ്ടായ 2 ആളെ വെച്ച് കൊടുക്കേണ്ടി വരും ആ ഹൈറ്റിലേക്ക് എത്തണമെങ്കിൽ. അതിന് മുശദ്ദബ് എന്ന് പറയും. നിങ്ങൾ അങ്ങനെ നീളമുള്ള ആളല്ല. അത്വലു മിനൽ മർബൂഅ്, വളരെ കുറിയ ആളുമല്ല തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ഇടയിലാണ്. എന്നാൽ കാണാൻ ഒരു എടുപ്പുണ്ട് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. യതലഅലഉ വജ്ഹുഹു തലഅലുൽ ഖമരി ലൈലത്തൽ തമാം. നബിതങ്ങൾ പ്രകാശമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യതലഅലഉ വജ്ഹുഹു, നബിതങ്ങളുടെ മുഖത്തിനൊരു തിളക്കമുണ്ടായിരുന്നു. ഒരു തിളക്കമുണ്ട് മുഖത്തിന്. തലഅലുൽ ഖമരി ലൈലത്തൽ തമാം, ചുറ്റും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നമ്മുടെ പൂർണ്ണചന്ദ്രനെ കാണുമ്പോഴുള്ളൊരു ഭംഗി. ഇപ്പൊ നമുക്ക് ഇവിടെ മരുഭൂമിയിൽ താമസിക്കുന്നത് കൊണ്ട് ഇച്ചിരി വെളിയിലേക്ക് ടൗണിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ നല്ലപ്പോ റബീഉൽ അവ്വലിന്റെ 14 ചന്ദ്രനൊക്കെ എന്തൊരു മനോഹരം, എന്തൊരു ചുരുക്കുണ്ടായിരുന്നു. ചുറ്റും ഇരുട്ടിനിടയിൽ ആ ഒരു പൂർണ്ണചന്ദ്രന്റെ പ്രഭ വെളിച്ചം തോന്നുന്ന പോലെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഇച്ചിരി ഗ്ലൂമിയാണ്. പക്ഷെ നബിതങ്ങൾ വളരെ റേഡിയന്റ് ആൻഡ് ബ്രൈറ്റ്. നബിതങ്ങൾ വളരെ പ്രകാശമുള്ള മുഖമായിരുന്നു. ചുറ്റുമുള്ള ആളുകളുടേത് അങ്ങനെ ആയിരുന്നില്ല. മുഖത്തൊരു പ്രകാശമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം നദാഹുൽ മുഹയ്യ.
നദാഫുൽ മുഹയ്യ എന്ന് പറഞ്ഞാൽ മുഖം കുളിച്ചിറങ്ങുന്ന സമയത്ത് മുഖത്തൊരു നനവുണ്ടാവില്ലേ, ഒരു പ്രസന്നത. കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എപ്പോഴും നബി തങ്ങൾ ഇത് ഇപ്പം കുളിച്ചിറങ്ങിയതാണ് എന്ന് തോന്നുന്ന മുഖമാണ് ഹബീബിന്റേതെന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. യാ ഖാലിദ് ഹത്താ ഫിൽ മഅറക, നബി തങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധങ്ങളിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുമല്ലോ ഖാലിദ് റളിയല്ലാഹു അൻഹുവേ, നബി തങ്ങൾ അപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. യുദ്ധക്കളത്തിൽ പൊടിയുണ്ടാവില്ലേ, അപ്പൊ ഈ കുളിച്ചിറങ്ങുന്ന പോലെ എന്ന് പറഞ്ഞാൽ അപ്പോഴങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഹത്താ ഫിൽ മഅറക, യുദ്ധത്തിൽ പോലും നബി തങ്ങൾ അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധക്കളത്തിന് പോലും പൊടി പിടിക്കൂല എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ദേഹത്തെ അഴുക്ക് പിടിക്കൂല, അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.